نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ പടച്ചതിന് പിന്നിൽ വ്യക്തമായ ഒരു യുക്തിയുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മളെ വൃഥാ പടച്ചതല്ല. അല്ലാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എന്നെ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. സഹോദരങ്ങളെ, നമ്മളെ വൃഥാ പടക്കുകയും നമ്മളെ ഇരുട്ടിലേക്ക് വിടുകയും ചെയ്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുളാർന്ന ജീവിതം നയിച്ച ആളുകളെ സത്യമാം വെളിച്ചത്തിലേക്ക് നയിക്കാൻ നബിമാരെ ഈ ദുനിയാവിലേക്ക് നിയോഗിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ. ഓരോ സമുദായത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചു. എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ? എന്താണ് ആ നബിമാർ പറഞ്ഞത്? അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അവന് പുറമേയുള്ള ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണമെന്ന് പറയാനാണ് എല്ലാ നബിമാരെയും ദുനിയാവിലേക്ക് അയച്ചത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ജനിച്ചു. ഓരോ ആളുകളും മനുഷ്യരായി ഇവിടെ ജനിച്ചു. ഇനി നമുക്കൊരു അവധി വരാനുണ്ട്. എല്ലാ മനുഷ്യർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരവധി നിശ്ചയിച്ചിട്ടുണ്ട്. ഭൂമുഖത്തുള്ളതെല്ലാം തന്നെ സഹോദരങ്ങളെ നശിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രം ബാക്കിയാകും. അല്ലാഹു പറഞ്ഞില്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ. ഇതാ ഭൂമുഖത്തുള്ളതെല്ലാം തന്നെ അത് നശിക്കും. മനുഷ്യരാകട്ടെ ജിന്നാകട്ടെ അവരെല്ലാവരും നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രം ബാക്കിയാകുമെന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ലേ, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്. അല്ലയോ റസൂലേ, അങ്ങേക്ക് മുൻപ് നാം ഒരാൾക്കും ശാശ്വതമായ ജീവിതം ഈ ദുനിയാവിൽ നൽകിയിട്ടില്ല. ഒരാൾക്ക് പോലും ശാശ്വതമായ ജീവിതം നാം നൽകിയിട്ടില്ല. അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ. അതുകൊണ്ട് റസൂലെ, അങ്ങ് മരണപ്പെടുകയും അങ്ങ് വഫാത്താവുകയും അവർ ശാശ്വതരായി ജീവിക്കുമെന്നാണോ അവർ കരുതിയിരിക്കുന്നത്? എല്ലാവരും മരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അതിനുശേഷം മനുഷ്യരാശിയെ ഒന്നടങ്ങ് വിളിച്ചുകൊണ്ട് അല്ലാഹു ഇതാ പറയുകയാണ്,
കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഓരോ അടിമയും ദാറുൽ അമലിൽ നിന്ന് ദാറുൽ ജസായിലേക്ക് യാത്ര പോകേണ്ട ആളുകളാണ്. അഥവാ ഇവിടെ നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്ഥലമാണ്. ഈ പ്രവൃത്തിയുടെ ഗേഹത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോകാനുള്ളത്. അതിനാൽ സഹോദരങ്ങളെ, ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പല പാഠങ്ങളും ഇവിടെ നിശ്ചയിച്ചു തന്നു. അങ്ങനെയുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മൾ ആ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തേക്ക് പ്രവർത്തിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല പല ഗുണപാഠങ്ങളും നമുക്ക് നിശ്ചയിച്ചു തന്നു. അങ്ങനെയുള്ള ആ ഗുണപാഠങ്ങളിൽപ്പെട്ട ഒരു കാര്യമാകുന്നു ദിനരാത്രങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോവുക എന്നുള്ളത്. ദിവസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോവുക എന്നുള്ളത് അല്ലേ സഹോദരങ്ങളെ? നമ്മൾ ഓർക്കുന്നില്ലേ നമ്മൾ നോമ്പ് നോറ്റത്? നമ്മൾ ആ കാലം ഓർക്കുന്നില്ലേ? എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇതാ അടുത്ത ആഴ്ച നമ്മൾ പുതിയ റമദാൻ മാസത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നതിന് പിന്നിലുള്ള യുക്തി? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ വർഷങ്ങൾ മാസങ്ങൾ പോലെയും മാസങ്ങൾ ആഴ്ചകൾ പോലെയും ആഴ്ചകൾ ദിവസങ്ങൾ പോലെയും കഴിഞ്ഞു പോകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നതായി കാണാൻ സാധിക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഈ പെട്ടെന്നുള്ള കടന്നുപോക്ക് എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം അവൻ ഗുണപാഠം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നതായി കാണാം, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അവലം നുഅമ്മിറുകും, നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? എന്തിനു വേണ്ടിയാണത്? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ വേണ്ടി, ചിന്തിക്കുന്നവന് ചിന്തിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് മാറി റബ്ബിലേക്ക് അടുക്കാൻ മാത്രം ആയുസുകൾ നിങ്ങൾക്ക് നൽകിയില്ലേ? അത് മാത്രമാണോ സഹോദരങ്ങളെ നമുക്ക് നൽകിയത്? വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരനും വന്നില്ലേ? ഇതാണ് നന്മ എന്ന് പറഞ്ഞു തരുന്ന റസൂലുമാർ നിങ്ങൾക്ക് വന്നില്ലേ? ചില മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചതായി കാണാം, നദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാധിക്കുന്ന നരയാണ്. നമുക്ക് ബാധിക്കുന്ന നരയാണ്. എന്താണ് സഹോദരങ്ങളെ അത് പറഞ്ഞാലുള്ള അവസ്ഥ? ഇതാ പ്രായമായിരിക്കുന്നു, ദുനിയാവിൽ നിന്ന് നീ ഇതാ യാത്ര പറയാനായിരിക്കുന്നു എന്ന താക്കീതുകാരൻ നിനക്ക് വന്നില്ലേ എന്നതും മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം. അതിനാൽ പ്രായം ചെന്ന ആളുകളെ, ഇതാ നിങ്ങളുടെ മരണം അതടുത്തിരിക്കുന്നു, നിങ്ങളുടെ മരണം ഇതാ അടുത്തിരിക്കുന്നു. ഇത് കേട്ട് യുവാക്കൾ സന്തോഷിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്നില്ലേ ഇപ്പോഴിതാ യുവാക്കളും പൊടുന്നനെ മരണപ്പെടുകയാണ്, യുവാക്കളും പൊടുന്നനെ മരണപ്പെടുകയാണ്. നമ്മൾ കേൾക്കുന്നില്ലേ പല വാർത്തകളും? ഇതാ ചെറുപ്പക്കാർക്ക് വരെ ഇപ്പോൾ അറ്റാക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, പണ്ട് കാലങ്ങളിൽ അത് പ്രായമായ ആളുകൾക്ക് കണ്ടുവരുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇതാ 20, 23, 24 പ്രായമുള്ള യുവാക്കളും മരണപ്പെടുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്കിതാ ദുനിയാവിൽ ഒരു കാര്യത്തിന് ഗ്യാരണ്ടി ഇല്ല എങ്കിൽ അത് മനുഷ്യന്മാരാണ്. അത് മനുഷ്യന്മാരാണ്. നമുക്ക് ആർക്കും അറിയില്ല എപ്പോഴാണ് നമ്മുടെ മരണം എന്നുള്ളത്. നമുക്കിവിടെ വെച്ച് നിസ്കരിക്കാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുവന്റെ ആയുസ് കഴിഞ്ഞു പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ആയുസ് ഇതാ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരലോകത്തേക്കുള്ള യാത്ര അടുത്തിരിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ വർഷം കഴിയും തോറും നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോ ആളുകളും നമ്മുടെ മനസ്സിൽ അത് കുറിച്ചു വെക്കണം. ഒരു കവി പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ഇന്നാ ലനഫ്റഹു ബിൽ അയ്യാമി നഖ്തഉഹാ വകുല്ലു യൗമിൻ മലാ യുദ്നി മിനൽ അജലി. ഇതാ യഥാർത്ഥത്തിൽ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ്. ഇതാ എനിക്ക് ഇത്ര വയസ്സായി, ഇന്ന കാര്യങ്ങൾ ഇനി ചെയ്യണം, അതാലോചിച്ച് സന്തോഷിക്കുകയാണ്. ഇത്ര വയസ്സ് ഇതാ എനിക്ക് ഇന്നേ ദിവസം ആയിക്കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഓരോ ആളുകളും സന്തോഷിക്കുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അള്ളാഹുലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ കവി പറഞ്ഞത്. എന്നിട്ട് ആ കവി പറയുകയാണ്, ഫഅമൽ ലിനഫ്സിക ഖബ്ലൽ മൗതി മുജ്തഹിദൻ. അതിനാൽ മരണം വന്നെത്തുന്നതിന് മുമ്പായി കൊണ്ട് നീ അതീവ കഠിന പരിശ്രമത്തോടു കൂടി സൽപ്രവർത്തികൾ ചെയ്യണം. എന്തിനാണ് സഹോദരങ്ങൾ ഈ രൂപത്തിൽ പറഞ്ഞത്? ഫഇന്നമർ റിബ്ഹു വൽ ഖുസ്റാനു ഫിൽ അമലി. കാരണം യഥാർത്ഥ ലാഭവും യഥാർത്ഥ നഷ്ടവും സൽപ്രവൃത്തിയും ദുർപ്രവൃത്തിയും അനുസരിച്ചായിരിക്കുമെന്ന് ഒരു കവി പറഞ്ഞതായി കാണാം. അതിനാൽ സഹോദരങ്ങളെ, നമ്മുടെ മരണമിതാ വരുന്നു എന്നൊരു മുന്നറിയിപ്പുകാരൻ നമുക്ക് വന്നുകൊള്ളണമെന്നില്ല. അഥവാ ചില ആളുകൾക്കെങ്കിലും ചില മുഖദ്ദിമാത്തുകൾ
ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാകും എന്റെ മരണം അടുത്തിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതെല്ലാവർക്കും വന്നുകൊള്ളണമെന്നില്ല. ഒരുപക്ഷെ മരണം എന്നുള്ളത് ബഗ്ത, അത് പൊടുന്നനെ വരുന്നതായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന കാര്യമല്ലേ. അതിനാൽ സഹോദരങ്ങളെ, മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, മരണം ഇതാ നമുക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീട്ടിപ്പെടുകയില്ല, അല്ലെങ്കിൽ നീട്ടിക്കിട്ടപ്പെടുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഇതാ ഒരാൾക്ക് അവന്റെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ, അവന്റെ മരണം എത്തിക്കഴിഞ്ഞാൽ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ നീട്ടിക്കിട്ടുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതിനാൽ സഹോദരങ്ങളെ, കഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ, അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണത്തിലേക്ക് നമ്മൾ അടുക്കുന്നു എന്ന കാര്യമാണ്. അതിനാൽ മരണചിന്ത വർദ്ധിപ്പിക്കുക. എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മരണചിന്ത വർദ്ധിപ്പിക്കുന്നത്? എന്തെങ്കിലും നേട്ടങ്ങൾ കൊയ്യാനാണോ? ദുനിയാവിൽ പല മണിമാളികകളും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും നേടിയെടുക്കാനാണോ മരണചിന്ത വർദ്ധിപ്പിക്കേണ്ടത്? ചില ആളുകൾ പറയുന്നതായി കാണാം, നമ്മൾ ഈ ദുനിയാവിൽ ഒരു തവണയെ ജീവിക്കുകയുള്ളൂ, അതുകൊണ്ട് ഹലാലോ ഹറാമോ നോക്കാതെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു തീർക്കണം, ഒരു തവണയെ നമുക്ക് ജീവിതമുള്ളൂ എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിനാണോ നമ്മൾ മരണചിന്ത വർദ്ധിപ്പിക്കേണ്ടത്? ഇതിനാണോ നമ്മൾ മരണചിന്ത വർദ്ധിപ്പിക്കേണ്ടത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് നമ്മുടെ ആഖിറത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് മരണചിന്ത വർദ്ധിപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടില്ലേ, അയ്യുൽ മുഅ്മിനീന അക്യസ്, അല്ലാഹുവിന്റെ റസൂലേ, മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാർ ആരാണ് റസൂലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂൽ കൊടുത്ത മറുപടി എന്താണ്? ദുനിയാവിൽ ധാരാളം സമ്പത്ത് ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്നവനെന്നാണോ? അതല്ല എങ്കിൽ ഇന്ന കാര്യങ്ങൾ നേടിയെന്നവനാണോ? ഒരിക്കലുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണചിന്ത അത് ധാരാളമായി വർദ്ധിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മരണചിന്ത ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാനാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? അല്ല, അവിടുന്ന് പറയുകയാണ്, വഅഹ്സനുഹും ലഹു ഇസ്തിഅദാദ, അതിനുശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം കൊടുത്തതായി കാണാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മഹാനായ സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ, ഇതാ ദുനിയാവ് ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദുനിയാവിന്റെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറതു മുഖ്ബില, നിനക്ക് കണ്ടുമുട്ടാനുള്ളത് എന്താണ്? ആഖിറമാണ്, പരലോകമാണ് ഇനി നിനക്ക് വരാനുള്ളത്. തീർച്ചയായും സഹോദരങ്ങളെ, വല്ലാഹി സുമ്മ തല്ലാഹ്, നമുക്കൊരു മരണം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് യഥാർത്ഥ ജീവിതം വരാനുണ്ട്. അന്നേ ദിവസം റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും എണ്ണി നമ്മോട് ചോദിക്കും. അങ്ങനെയുള്ള ഒരു ദിവസം വരാനുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്, വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഇതാ ദുനിയാവിനും ചില മക്കളുണ്ട്, അതുപോലെ തന്നെ പരലോകത്തിനും ചില മക്കളുണ്ട്. അവിടുന്ന് പറയുകയാണ്, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ മക്കളാവുക, അഥവാ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളാവുക എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകാൻ പാടില്ല, ഹറാമോ ഹലാലോ നോക്കാതെ ഭക്ഷിക്കുന്നവരാകാൻ പാടില്ല, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരാകാൻ പാടില്ല, മറിച്ച് നിങ്ങൾ ആഖിറത്തിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന ആ ദിവസത്തെയും അതിന്റെ ആളുകളായി നിങ്ങൾ മാറുകയും ചെയ്യണമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അതിനുശേഷം പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ടതാണ്. എന്താണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇതാ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ദിവസമുണ്ടല്ലോ, ഈ സമയമുണ്ടല്ലോ, ഇന്നേ ദിവസം നമുക്ക് പ്രവർത്തിക്കാനുള്ളതാണ്, വിശ്രമമില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്രമമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടില്ലേ, എപ്പോഴാണ് ഇമാമേ വിശ്രമം, എപ്പോഴാണ് ഒരു മുഅ്മിന് വിശ്രമം എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? നമ്മുടെ വലതുകാൽ അത് സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് വിശ്രമം, അഥവാ മരണമല്ലാതെ ഒരു മുഅ്മിന് വിശ്രമമില്ല. എന്നിട്ട് അവിടുന്ന് തുടർന്ന് പറയുകയാണ്, വഗദൻ ഹിസാബുൻ വല അമൽ, നാളത്തെ ദിവസം വിചാരണയാണ്, കീറി മുറിച്ച വിചാരണയാണ്. നീ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലേ, ഇന്ന തിന്മകൾ നീ ഇന്ന സമയത്ത് ചെയ്തില്ലേ, ഇന്ന നന്മകൾ നീ ഇന്ന സമയത്ത് ചെയ്തില്ലേ എന്ന ഓരോ ചോദ്യങ്ങളാണ് നാളെ വരാനുള്ളത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പണിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ
ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ അവസ്ഥകൾ മാറി മറിയുക എന്നുള്ളതാണ്. നമ്മുടെ അവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആരോഗ്യാവസ്ഥ നമുക്ക് ഇന്നുള്ളത് ഇന്നലെ ഉള്ളതുപോലെയല്ല. വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഇതാ നമുക്ക് ദുർബലത അത് കൂടി വരികയാണ്. അതിനാൽ യുവാക്കളെ, നിങ്ങളുടെ യുവത്വം നിങ്ങൾ മുതലെടുക്കുക. റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്നുള്ളത് യുവത്വമാണ്. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം, റബ്ബ് സുബ്ഹാനഹു വ തആലയെ എനിക്ക് വാർദ്ധക്യകാലത്തിലും ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ യുവത്വത്തിൽ റബ്ബിനെ യഥാവണ്ണം സൂക്ഷിച്ച് ജീവിച്ചത് കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പാരായണം ചെയ്യുകയാണ്, ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഞാനിവിടെ അഹങ്കാരമായി പറഞ്ഞതല്ല, മറിച്ച് എനിക്കെന്റെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹം എന്നോണം ഞാൻ പറഞ്ഞതാണ് എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാം. അതിനാൽ പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, നമ്മുടെ ആരോഗ്യം നമ്മൾ മുതലെടുക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ? യഥാർത്ഥ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരോഗ്യമുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതാ ഇവിടെ പല ആളുകളും ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രയാസപ്പെട്ട് വന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ആ ഇരുന്ന് നിസ്കരിക്കുന്നവർ പോലും ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്നാൽ, എനിക്ക് റബ്ബിന് വേണ്ടി 2 റക്അത്ത് ഒന്ന് നിന്ന് നിസ്കരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ. അവർ ഒരിക്കലും ഇരുന്ന് നിസ്കരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളല്ല. അവർ പോലും കരുതുന്ന കാര്യം എന്തെന്നാൽ, എനിക്ക് റബ്ബിന് വേണ്ടി നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ആരോഗ്യം നൽകപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടി ഉന്മേഷത്തോടുകൂടി ഇതാ നമ്മൾ പണിയെടുക്കണം. നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷെ വന്നേക്കാം. അത് വളരെ ദീർഘമുള്ള കാലമല്ല. നമുക്കറിയില്ല സഹോദരങ്ങളെ, വളരെ ആരോഗ്യത്തോടുകൂടി നടന്ന ആളുകൾ പൊടുന്നനെ വല്ലാത്ത അവസ്ഥയിലേക്ക് മാറി മറിയുന്നത്. അതിനാൽ ഇതാ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അവസരങ്ങൾ നീട്ടി തന്നിരിക്കുന്നുണ്ട്. റബ്ബിനോട് ശുക്ർ ചെയ്ത് നമുക്ക് കിട്ടിയ ആ ആരോഗ്യം, അതിന് നന്ദി കാണിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ നിനക്ക് ബാധിക്കുന്നതിന് മുൻപേ ആ 5 കാര്യങ്ങൾ നീ മുതലെടുക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ആ 5 കാര്യം? ശബാബക ഖബ്ല ഹറമിക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയത് തന്നെ യുവത്വത്തെ പറഞ്ഞുകൊണ്ടാണ്. നിന്റെ യുവത്വം അത് നീ മുതലെടുക്കണം, നിനക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുൻപ്. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ പറയാനുള്ള കാരണം? വാർദ്ധക്യമായി കഴിഞ്ഞാൽ നമുക്ക് ഉന്മേഷം ഉണ്ടാകില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വസിഹതക ഖബ്ല സഖമിക്. നിനക്ക് രോഗം വരുന്നതിന് മുൻപേ നിന്റെ ആരോഗ്യത്തെ നീ മുതലെടുക്കണം. വഗിനാക ഖബ്ല ഫഖരിക്. നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുൻപേ നിന്റെ ധന്യതയെ നീ മുതലെടുക്കണം. വഫറാഗക ഖബ്ല ശുഗ്ലിക്. നിനക്ക് തിരക്കുകൾ വരുന്നതിന് മുൻപേ നിന്റെ ഒഴിവ് സമയത്തെ നീ മുതലെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഇതിലേത് അവസ്ഥയിലാണ് നമ്മൾ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. നമ്മളിങ്ങനെ വെറുതെ കുറെ ഖുതുബകൾ ഇങ്ങനെ കേൾക്കും, ഇങ്ങനെ പോകും. അതിലെന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? നമ്മൾ മാറണം, നമ്മൾ മാറി ചിന്തിക്കണം. കാരണം പ്രിയപ്പെട്ടവരെ, ഈ ദീൻ എന്നുള്ളത് അത് ഹക്കാണ്. അതിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൊത്തത്തിൽ അവസാനമായി അവിടുന്ന് പറയുകയാണ്, വഹയാതക ഖബ്ല മൗതിക്. നിന്റെ മരണം വന്നെത്തുന്നതിന് മുൻപ് നിനക്ക് ലഭിച്ച ആയുസ് അത് നീ മുതലെടുക്കണം. എന്താണ് പ്രിയപ്പെട്ടവർ അങ്ങനെ പറയാനുള്ള കാരണം? ഓരോ കബറാളികളും അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? റബ്ബേ, എനിക്ക് ദുനിയാവിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നാണ്. നമുക്കറിയില്ലേ ആ കാര്യം? ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത് ഖാല റബ്ബിർജിഊൻ. ഇതാ ഓരോ ആളുകൾക്കും മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവർ റബ്ബിനോട് താണു കേണുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? റബ്ബിർജിഊൻ. റബ്ബേ, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കി അയക്കണമേ എന്നല്ലേ അവർക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അതിനാൽ നമുക്കിതാ അവർക്ക് ലഭിക്കാത്ത കാര്യമാണ് ലഭിച്ചിരിക്കുന്നത്, അത് നമ്മൾ മുതലെടുക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ, നമ്മളിവിടെ പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ റബ്ബിനെ കണ്ടുമുട്ടുമെന്നാണോ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത്. അല്ലാഹു പറയുകയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. ഇതാ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ, പല കാര്യങ്ങളും റബ്ബിനു വേണ്ടി ഒഴിവാക്കിയ ആളുകളെ കാത്തിരിക്കുന്നത് അവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിക്കപ്പെടുമെന്നുള്ളതാണ്.
അവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുക്കലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ആ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടും. അവിടെ അവർ തുറക്കേണ്ടതില്ല, ആ ഒരു പ്രയാസം പോലും സ്വർഗത്തിലില്ല. സുബ്ഹാനല്ലാഹ്. അഥവാ നമ്മൾ പ്രയാസപ്പെട്ട് വാതിലുകൾ തുറക്കേണ്ടതില്ല. വഫുതിഹത് അബ്വാബുഹാ, അവർക്ക് വേണ്ടി ആ വാതിലുകൾ ആദരവെന്നോണം അവർക്ക് വേണ്ടി തുറക്കപ്പെടും. എന്നിട്ട് സഹോദരങ്ങളെ അല്ലാഹു പറയുകയാണ്, വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും. അവിടെയുള്ള കാവൽക്കാർ അവരോട് പറയുമെന്നാണ്, ഇതാ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഇതാ ദുനിയാവിൽ അല്ലാഹുവിന് വേണ്ടി പല കാര്യങ്ങളും ഉപേക്ഷിച്ചില്ലേ, ഇതാ നിങ്ങൾക്ക് സമാധാനം എന്ന് സ്വർഗത്തിന്റെ കാവൽക്കാർ പറയുമെന്നുള്ളതാണ്. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതരായി സ്വർഗത്തിൽ പ്രവേശിക്കുക. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹ. അപ്പോൾ സ്വർഗക്കാർ പറയുന്ന ആദ്യത്തെ വാക്ക് എന്താണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതാ നമുക്ക് വാഗ്ദാനം നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലക്കാകുന്നു സർവസ്തുതിയും എന്നവർ പറയും. വഔറസനൽ അർള നതബവഉ മിനൽ ജന്നതി ഹൈസു നശാ. സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമ്മളെ പാർപ്പിച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും. ഫനിഅമ അജ്റുൽ ആമിലീൻ. സൽപ്രവൃത്തി ചെയ്ത ആളുകൾക്കുള്ള ആ ഒരു പ്രതിഫലം എത്ര മനോഹരമാണ് എന്ന് സ്വർഗക്കാർ പറയുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, മുതലെടുക്കുക. കിട്ടിയ അവസരം നമ്മൾ യഥാവിധി മുതലെടുക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, നേരെ തിരിച്ചാണോ കാര്യമെങ്കിൽ നമ്മൾ മോശമായ അവസ്ഥയിലും അതുപോലെ തന്നെ അലംഭാവത്തിലുമാണ് നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നതെങ്കിലോ നഷ്ടക്കാരുടെയും ഖേദിക്കുന്നവരുടെയും കൂട്ടത്തിലായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. ഇതാ നാളെ നരകത്തിലെത്തിയ ആളുകൾ അവർ എന്താണ് പറയുന്ന വാക്ക്? അൻ തഖൂല നഫ്സു യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്. ഇതാ അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്തു തീർക്കേണ്ടതായ പല കാര്യങ്ങളിലും വീഴ്ച വരുത്തിയല്ലോ, യാ ഹസ്റത, എന്റെ നാശമേ എന്നവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, അട്ടഹസിച്ചുകൊണ്ടേയിരിക്കും. വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. ദുനിയാവിൽ ഞാൻ ഇങ്ങനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. ദീനിപരമായി നടക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പരിഹസിക്കാറായിരുന്നു പതിവ്. ഞാൻ ഒരിക്കലും അവരെ പിൻപറ്റിയിരുന്നില്ല. അവരെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടുമായിരുന്നു റബ്ബേ ദുനിയാവിൽ ഞാൻ കഴിച്ചു കൂട്ടിയത്. അവർ നാളെ വിലപിക്കും. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നിതാ പല നിരീശ്വരവാദികളും അതുപോലെയുള്ള കുഫാറുകളും നമ്മളെ പരിഹസിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട വാചകം ഇതാണ്: അവർ നാളെ ഖേദിക്കും, അവർ നാളെ വിലപിക്കും. അതിനാൽ നമ്മൾ ക്ഷമ കൈകൊള്ളുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ പിന്നീട് പറയും, ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ഹിദായത്ത് നൽകിയിരുന്നുവെങ്കിൽ ഞാൻ സന്മാർഗികളുടെ കൂടെ ആയിരിക്കും എന്നും അവർ പറയും. ഔ തഖൂല ഹീന തറൽ അദാബ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഠോരമായ ശിക്ഷ അവർ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, ലൗ അന്നലി കറ. അല്ലാഹു ഒരു അവസരം കൂടി, റബ്ബേ എനിക്കൊരവസരം കൂടി നൽകണമേ എന്ന് ഈ നരകക്കാർ പറയും. അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? എന്നിട്ട് അവർ പറയുന്ന വാക്കെന്താണ്? ഫഅകൂന മിനൽ മുഹ്സിനീൻ. ഞാൻ സൽപ്രവർത്തി ചെയ്യുന്ന ആളുകളിൽ റബ്ബേ ഉൾപ്പെടാമെന്നിങ്ങനെ താണ് വീണുകൊണ്ട് റബ്ബിനോട് ചോദിക്കും. വല്ല കാര്യവുമുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ ആദ്യം ഓർത്തു വെക്കേണ്ട ആയത്ത് എന്താണ്? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഇതാ റബ്ബ് സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ മതിയാവോളം നമുക്ക് ആയുസ് നീട്ടി നൽകിയിട്ടുണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥ വരാതിരിക്കാൻ ഞാനും നിങ്ങളും ഒരുപോലെ പണിയെടുക്കണം. നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കണം. റബ്ബിലേക്ക് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, ആയുസ്സും ആരോഗ്യവുമെല്ലാം ഒരു ഭയാനകമായ ദിവസത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സഹോദരങ്ങളെ ആ ദിവസത്തിന്റെ ഭയാനകത? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു അല്ലാഹു യൗമൽ ഖിയാമ. ഇതാ ഓരോ അടിമകളും, മനുഷ്യരായി പിറന്ന ഓരോ ആളുകളും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കുക തന്നെ ചെയ്യും. ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ.
അന്നേ ദിവസം അവനും റബ്ബിനുമിടയിൽ ഒരു പരിഭാഷകനുണ്ടാവുകയില്ല. അള്ളാഹുവോട് നേർക്ക് നേർ നമ്മൾ ഓരോ ആളുകളും സംസാരിക്കുക തന്നെ ചെയ്യും. വലത് ഭാഗത്തേക്ക് നോക്കിയാൽ അവൻ ചെയ്ത സൽപ്രവൃത്തി അല്ലെങ്കിൽ അവൻ ചെയ്ത പ്രവൃത്തികളാണ് കാണുക. ഇടത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും അവൻ ചെയ്ത പ്രവൃത്തിയാണ് കാണുക. മുന്നോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കത്തിജ്വലിക്കുന്ന നരകമാണ് അവൻ കാണുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. വലൗ ബിശിഖി തംറ, ഈത്തപ്പഴത്തിന്റെ ഒരു ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തൊട്ട് നിങ്ങളുടെ തടിയെ കാത്തു സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ആ ദിവസത്തിന്റെ ഭയാനകത. ഇതാണ് ആ ദിവസത്തിന്റെ ഭയാനകത. എന്താണ് സഹോദരങ്ങളെ ആ ദിവസത്തിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമ്മളോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വള്ളിപുള്ളി തെറ്റാതെ ഓരോ കാര്യങ്ങളും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. ഇതാ ഒരു അടിമക്ക് അവന്റെ കാൽ പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല. വല്ലാത്തൊരു പ്രയോഗമാണത്. നമ്മുടെ കാല് നമുക്ക് മുന്നോട്ടേക്ക് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല. ഇതാ ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ. ഒന്നാമത്തെ ചോദ്യം, സഹോദരങ്ങളെ, നിനക്ക് ഞാൻ ധാരാളം ആയുസ് നൽകിയിട്ടുണ്ട്, നീ എന്തിനാണ് അത് തുലച്ചു കളഞ്ഞത് എന്നൊന്നാമത്തെ ചോദ്യം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഏത് അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തേത്, നീ പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇസ്ലാമികപരമായ അറിവുകൾ പലതും നീ കേട്ടിട്ടുണ്ട്, നീ അത് ഉപയോഗിച്ച് എന്താണ് പഠിച്ചത്? ചില ആളുകൾ ധരിച്ചേക്കാം, എന്നാൽ ഇങ്ങനെയുള്ള അറിവ് പഠിക്കാതിരുന്നാൽ ചോദ്യം വരില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ ഇവിടെ ഇറക്കിയത് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. അത് നീ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. അതല്ലാതെ പഠിക്കാതെ മാറിയിരുന്നാൽ നിനക്ക് ചോദ്യം വരില്ല എന്ന് നീ കരുതരുത്. ഈ ഖുർആൻ ഉള്ളോടത്തോളം കാലം നിനക്കെതിരെ അല്ലെങ്കിൽ നിനക്കുള്ള തെളിവാണ്. അതിനാൽ സഹോദരങ്ങളെ, ഇതായി കിട്ടിയ അറിവ് അതുപയോഗിച്ച് നീ എന്താണ് ചെയ്തത്? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, പ്രിയപ്പെട്ടവരെ, നിന്റെ സമ്പത്ത് നീ അത് എവിടെ നിന്ന് സമ്പാദിച്ചു? നീ എവിടെ നിന്നാണ് അത് സമ്പാദിച്ചത്? ഒരു ചോദ്യം. എന്നിട്ട് ആ സമ്പാദ്യം നീ എവിടെയാണ് അത് ചിലവാക്കിയത് എന്നുള്ള ചോദ്യവും വരാനുണ്ട്. ഹറാം ഹലാൽ നോക്കാതെ ഇങ്ങനെ വിഹരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട വാക്കാണത്. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം, വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹ്. അവസാനത്തെ ചോദ്യം, നിനക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആരോഗ്യകരമായ ഒരു ശരീരം നൽകിയിട്ടുണ്ട്, ആ ശരീരം ഉപയോഗിച്ചുകൊണ്ട് നീ എന്ത് ചെയ്തു? അതല്ല എങ്കിൽ നീ അതിനെ എന്തിലാണ് തൊലച്ചു കളഞ്ഞത് എന്ന ചോദ്യവും വരാനുണ്ട്. അതിനാൽ സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിവിടെ പടക്കപ്പെട്ടത് അവനെ മാത്രം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ദുനിയാവെന്നുള്ളത് സഹോദരങ്ങളെ തീർന്നു പോകും. വളരെ വളരെ നിരർത്ഥകമായ, വളരെ തുച്ഛം മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ദുനിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആഖിറത്തെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ദുനിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറും ഒരു പാഴ്സ്വപ്നം പോലെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നില്ലേ, മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ. ആരാണോ എന്നിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, അവൻ നാളെ ഖിയാമത്ത് നാളിൽ അവന്റെ പാപഭാരം ചുമക്കുക തന്നെ ചെയ്യും, അത് വഹിക്കേണ്ടി വരും. ഖാലിദിന ഫീഹി വസഅലഹും യൗമൽ ഖിയാമത്തി ഹിംല. അവൻ അന്നേ ദിവസം ശാശ്വതനായിരിക്കും. അവൻ വഹിക്കുന്ന ആ കാര്യം എത്ര മോശമായ കാര്യമാണ് എന്നുള്ളത് റബ്ബ് നമുക്ക് അറിയിച്ചു തരികയാണ്. യൗമ യുൻഫഖു ഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. ഇതാ അന്നേ ദിവസം മുജ്രിമീങ്ങളെ, കുറ്റവാളികളെ നീലവർണ്ണമുള്ള ആളുകളായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. സുബ്ഹാനല്ലാഹ്, നീലവർണ്ണമുള്ള ആളുകളായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ഒരുമിച്ച് കൂട്ടും. യതഖാഫതൂന ബൈനഹും. അന്നേ ദിവസം അവിടെയുള്ള ആളുകൾ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറയും, ഇല്ലബിസ്തും ഇല്ലാ അശ്റാ. ഇതാ ദുനിയാവിൽ നമ്മൾ 10 ദിവസം മാത്രമാണ് ജീവിച്ചത് എന്ന് നാളെ നരകത്തിന്റെ ആളുകൾ പറയും. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ സമുദായം മാത്രമാണ് ഇത് പറയുന്നതെങ്കിൽ വലിയ അത്ഭുതമില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം അവിടുന്ന് ദഅവത്ത് മാത്രം നടത്തിയത് 950 വർഷമാണ്. 950 വർഷമാണ് അദ്ദേഹം ദഅവത്ത് മാത്രം നടത്തിയത്. ആലോചിച്ചു നോക്കുക, നമുക്ക് മുന്നേയുള്ള ആളുകളും എല്ലാ ആളുകളും ഒരുപോലെ പറയുന്ന കാര്യം എന്താണ്? 10 ദിവസം മാത്രമാണ് നമ്മൾ ദുനിയാവിൽ ജീവിച്ചത് എന്നുള്ളത്. ഇതാണ് സഹോദരങ്ങളെ, ദുനിയാവ് തീർന്നോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. അവർ ശബ്ദം താഴ്ത്തിയത് കൊണ്ട് കാര്യമൊന്നുമില്ല, അവർ പറയുന്നത് വ്യക്തമായി നമ്മൾ അറിയുന്നുണ്ട്. ഇദ് യഖൂലു അംസലുഹും ത്വരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമ. അവരുടെ കൂട്ടത്തിലെ മാന്യനായ ഒരു വ്യക്തി പറയുമെന്നാണ്,
10 ദിവസമൊന്നുമല്ല നമ്മൾ ദുനിയാവിൽ ജീവിച്ചത്, വെറും 1 ദിവസം മാത്രമാണെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങൾ, 1 ദിവസം മാത്രമാണ് ദുനിയാവിൽ ജീവിച്ചത് എന്ന് അവരുടെ കൂട്ടത്തിലെ മാന്യനായ ഒരു വ്യക്തി പറയുമെന്നാണ്. ഇതാണ് ദുനിയാവ്, ഇതാണ് സഹോദരങ്ങളെ ദുനിയാവ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ദിവസങ്ങൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞുപോയി എന്നുള്ളത് ദുനിയാവിൽ വെച്ച് തന്നെ നമുക്കത് ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, 20, 30, 40 വർഷം നമ്മൾ ജീവിച്ചു. പക്ഷേ ആ ജീവിതം ഒരു വലിയ ജീവിതമായി നമുക്ക് തോന്നുന്നുണ്ടോ? ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. അതിനാൽ പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കിവിടെ വെച്ച് തന്ന ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെ ഏറ്റവും നല്ല രൂപത്തിൽ കണ്ടുമുട്ടുന്ന അവസ്ഥയിൽ ഞാനും നിങ്ങളും പരിശ്രമിച്ചുകൊണ്ട് ഇവിടെ നിന്നും ദുനിയാവിൽ നിന്നും യാത്ര പോകാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നah. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا في كل مكان. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.